നമസ്കാരം. ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. ദാ വന്നു ദേ പോകുന്നു എന്ന് പറയുന്ന പോലെയായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളൊക്കെ അണിനിരന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങോട്ട് ചൂട് പിടിച്ചു വന്നപ്പോഴേക്കും കുട്ടിക്കലാശം എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ദിവസം കഴിഞ്ഞാൽ, ഒരു ദിവസം കഴിഞ്ഞാൽ നേരെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ അടുത്തിടെ എല്ലാം നടന്ന കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും കുറച്ച് സമയം മാത്രം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ആകെ കഷ്ടിച്ച് കിട്ടിയത് 3 ആഴ്ച മാത്രമാണ്. സാധാരണഗതിയിൽ 1 മാസം 1.5 മാസമൊക്കെ കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മേൽ 3 ആഴ്ചയാണ്. സ്ഥാനാർത്ഥികളൊന്ന് ആവേശം കൊണ്ടുവന്ന് ജനങ്ങളൊക്കെ ചർച്ച ചെയ്ത് വന്നപ്പോഴേക്കും തെരഞ്ഞെടുപ്പിന്റെ ആവേശമെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നിശബ്ദ പ്രചരണം മാത്രമാണ് മുന്നിലുള്ളത്. എന്തായാലും കേരളത്തിലെ എല്ലായിടത്തും ഈ വളരെ കുറച്ച് സമയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും 3 മുന്നണികളും ഒരുപോലെ തന്നെ കേരളത്തിൽ അവർ വിജയം പ്രതീക്ഷിക്കുന്നിടത്തും ഇനി വിജയമില്ല എന്ന് അണികൾക്കെല്ലാം ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ പോലും അവർ വിജയിച്ച് അന്ന് ആഘോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നെങ്കിലും ആഘോഷിക്കണമെന്ന മട്ടിൽ തന്നെയായിരുന്നു. എന്തായാലും അവരുടെ ഒരു ആവേശം പ്രകടമാക്കണമെന്ന മട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ ജയിക്കുന്ന മുന്നണികളും തോൽക്കുന്ന മുന്നണികളും തോൽവി ഉറപ്പിച്ച മുന്നണികളും എല്ലാം വളരെ ആവേശപൂർവ്വമാണ് ഇന്ന് ഈ കുട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനെ പോലെ അപൂർവം ചില സ്ഥാനാർത്ഥികൾ മാത്രമാണ് കുട്ടിക്കലാശം പോലുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കി മാറി നിന്നത്. ബാക്കി ഒട്ടും മഹാഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ട പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ കുട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. അണികൾ ഇത്രയും ദിവസം ഓടി നടന്നതിൻ്റെ ആവേശമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ക്ഷീണമൊക്കെ മറന്ന് ഏറ്റവും അവസാനവും ഏറ്റവും വലിയ ആവേശത്തോടു കൂടി അവർ തന്നെ സ്വയം വിശ്വസിക്കുകയാണ്. ഈ ആവേശം കണ്ട് ഞങ്ങളുടെ പാർട്ടി ജയിക്കും, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും, ആ ഒരു ആവേശത്തിലാണ് നാളെ ഇനി അവർ വീടുകൾ കയറി പരമാവധി ആളുകളെ കാണുന്നതും അവിടെ നിന്നെല്ലാം വീട്ടിൽ വരാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ ആടി നിൽക്കുന്ന ആളുകളെയൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുക. അങ്ങനെ ഈ ഒരു ആവേശത്തിലാണ് ഓരോ പാർട്ടി പ്രവർത്തകരും ഇന്ന് മടങ്ങുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ, അവർക്ക് വരുന്ന മണിക്കൂറുകൾ 10-48 മണിക്കൂറുകൾ അവർക്ക് ഉറക്കമില്ലാത്ത വിശ്രമമില്ലാത്ത സമയം ആണ് എന്ന് തന്നെ കരുതാം. എന്തായാലും നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാവരും തന്നെ നമ്മൾക്ക് ഒപ്പമുണ്ട്. ഇവരുടെ ഓരോരുത്തരും ഈ കഴിഞ്ഞ 3 ആഴ്ചക്കാലം വിവിധ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചവരാണ്. ജനങ്ങളുടെ പൾസ് നേരിട്ട് അറിഞ്ഞവരാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി കണ്ടവരാണ്. അവരിൽ നിന്ന് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൂടി ഒന്ന് പരിശോധിക്കാം. ദ ഇലക്ഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവനന്തപുരത്തെ നമ്മുടെ റിപ്പോർട്ടർ ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ആകെ 3 ആഴ്ചയാണ് കഷ്ടിച്ച് കിട്ടിയത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് ചിത്രമെല്ലാം വന്ന് കളർ എല്ലാം ആയിക്കഴിഞ്ഞപ്പോഴേക്കും 2 ആഴ്ച മാത്രമാണ് ഈ സമയത്ത് കിട്ടിക്കഴിഞ്ഞത്. എന്നാലും കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വളരെ ആവേശപൂർവ്വമുള്ള പ്രചരണം തന്നെയാണ് നടന്നത്. നമുക്ക് ഡാൻ ഈ പോയ മണ്ഡലങ്ങളിൽ, പ്രധാനമായും തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നീക്കങ്ങളൊക്കെ അടുത്തു നിന്ന് വീക്ഷിച്ച ഒരാൾ കൂടിയാണ് ഡാൻ. ഡാനിന് എന്ത് തോന്നുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാവും പ്രധാനമായും ഈ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൂടുതൽ സ്വാധീനിക്കുക, എതിരായി വരിക? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാകുന്നത് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം. അതിലൊന്ന്, ഏറ്റവും കുറച്ച് സമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഓരോ മുന്നണികൾക്കും ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പ്. 2, വേനൽ ചൂട്. ഇങ്ങനെയൊരു ചൂടത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കേണ്ടി വരിക എന്നതിനേക്കാൾ വലിയൊരു ദുരിതം ഒരു മുന്നണികൾക്ക് നേരിടാനില്ല. അത്രമാത്രം വലിയ ചൂടിന് നടുവിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ചൂടിലേക്ക് നമ്മുടെ ഓരോ മണ്ഡലങ്ങളും എത്തിയത്. തലസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, തിരുവനന്തപുരത്ത് 1 സീറ്റ് മാത്രമാണ് UDFിനുള്ളത്. അത് കോവളമാണ്. ബാക്കി എല്ലാ സീറ്റും LDF വലിയ അജയ്യമായ വിജയം നേടിയ മണ്ഡലങ്ങളാണ്. അവിടെയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം, അതായത് അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള മത്സരം തലസ്ഥാനത്തെ ഒരു 5 മണ്ഡലങ്ങളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് നടക്കുന്നുവെന്ന് വേണം പറയാൻ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നേമം. ആ നേമത്ത് നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നേമത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഒരു വശത്ത്, കഴിഞ്ഞ തവണ രാജഗോപാലിൻ്റെ അക്കൗണ്ട് പൊട്ടിച്ച വി ശിവൻകുട്ടി, സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി മറുവശത്ത്, UDFിൻ്റെ കരുത്തനായ യുവമുഖം KS ശബരിനാഥൻ ഒരു വശത്ത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന, സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് നേമം. സമാനമായ തരത്തിൽ തന്നെ കഴക്കൂട്ടമുണ്ട്, അതുപോലെ തന്നെ കാട്ടാക്കടയുണ്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ കൃത്യമായ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. വട്ടിയൂർക്കാവിലും സമാനമായ തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഇവിടെ ആര് ജയിക്കും, ആര് പരാജയപ്പെടും എന്നത് BJP ഓരോ മണ്ഡലങ്ങളിലും പിടിക്കുന്ന വോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കുമെന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ചിത്രം അന്തിമമാകുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഫലം പ്രവചനാതീതമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്തായാലും
UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. 7 മുതൽ 8 സീറ്റുകൾ വരെ ഏത് പ്രതികൂല സാഹചര്യത്തിലും തിരുവനന്തപുരത്ത് നിന്ന് ഉറപ്പിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. അങ്ങനെ ഒരു ആത്മവിശ്വാസം അവസാന ദിവസവും അവസാന മണിക്കൂറുകളിലും പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കുവെക്കുന്ന സാഹചര്യം. CPM ആകട്ടെ 10-ന് മുകളിൽ സീറ്റുകൾ നിലനിർത്താനാകും എന്ന വലിയ പ്രതീക്ഷയിലാണ്. BJP പ്രധാനമായി 3 സീറ്റുകളാണ് കൃത്യമായി ഉറപ്പിച്ച് അവിടങ്ങളിൽ വിജയമുണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷയിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ളത് നേമമാണ്, മറ്റൊന്ന് കഴക്കൂട്ടമാണ്. അങ്ങനെ കാട്ടാക്കടയിലും ഒരു അട്ടിമറി BJP കേന്ദ്രങ്ങൾ, NDA കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മുന്നണികൾ ഇങ്ങനെ വലിയ ആത്മവിശ്വാസത്തിൽ കൂട്ടലും കിഴിക്കലുമൊക്കെയായി ഇരിക്കുകയാണ്. എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ എന്താണ് അവർ കാത്തുവച്ചിരിക്കുന്നത്, ഏത് മുന്നണിയുടെ പ്രചാരണത്തിനും അല്ലെങ്കിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്കുമാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്നതൊക്കെ അറിയാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങളൊക്കെ നൽകിയത്. ഡാൻ, എന്തായാലും തിരുവനന്തപുരം വലിയ ആകാംക്ഷയുള്ള സ്ഥലം തന്നെയാണ്. നമുക്കിനി നേരെ പോകേണ്ടത് മലപ്പുറത്തേക്കാണ്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, കഴിഞ്ഞ എത്രയോ കാലമായി മലപ്പുറത്തിന്റെ രാഷ്ട്രീയം, എത്രയോ തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് CV അനുമോദ്. അപ്പോൾ അനുമോദിന് ഈ തെരഞ്ഞെടുപ്പായിരിക്കും ഏറ്റവും കുറച്ചു കാലം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ആരവമെല്ലാം അവസാനിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിന്റെ ചിത്രം അപൂർവമായി മാത്രം 2006-ലൊക്കെ മാറിയതുപോലെ മലപ്പുറത്തിന്റെ ചിത്രം ഏതെങ്കിലും തരത്തിൽ മാറാൻ അങ്ങനെ ഒരു വലിയ സാധ്യതയുണ്ടോ, അതോ ഏറെക്കുറെയൊക്കെ മലപ്പുറത്ത് ലീഗിന്റെ ആധിപത്യം അങ്ങനെ തന്നെ തുടരാനാണോ? എന്താണ് അനുമോദിന്റെ റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ നിന്നും തോന്നുന്നത്? കിരൺ, വളരെ കുറച്ച് ദിവസം കൊണ്ട് 16 മണ്ഡലങ്ങളിൽ ഓടി നടക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. കാരണം അത്രമാത്രം കുറഞ്ഞ സമയം മാത്രമാണ് നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും മലപ്പുറത്തേക്ക് വരുമ്പോൾ UDFന്റെ വലിയ ഒരു ആധിപത്യം തന്നെയാണ് നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുണ്ട്. 6 മണ്ഡലങ്ങളിലാണ് അതീവ ഗൗരവത്തിലുള്ള മത്സരങ്ങൾ തന്നെ നടക്കുന്നത്. അതായത് 2 മണ്ഡലങ്ങൾ ഇടതുപക്ഷം നിലനിർത്തുവാനും 4 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം അട്ടിമറി നടത്തുവാനുമുള്ള ശ്രമങ്ങളാണുള്ളത്. പ്രധാനമായിട്ടും മലപ്പുറത്ത് ഏറ്റവും ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുള്ളത് പൊന്നാനി തന്നെയാണ്. പൊന്നാനിയും തവനൂരും വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. കാരണം സിറ്റിംഗ് സീറ്റുകളാണ്. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ പോലും ഇത് മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് 4 മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ വേങ്ങരയിലും പെരിന്തൽമണ്ണയിലും മങ്കടയിലും തിരൂരിലും നല്ല മത്സരങ്ങളാണ് നടക്കുന്നത്. തിരൂരിൽ നമുക്കറിയാം, താനൂരിൽ നിന്ന് V അബ്ദുറഹ്മാൻ മാറിയതോടെ തിരൂരിലെ ചിത്രം മുഴുവൻ മാറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നാടിളക്കിയുള്ള പ്രചാരണം, ഘോഷം, അതുപോലെ തന്നെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ V അബ്ദുറഹ്മാന്റെ മാത്രമായ ചില ടാക്ടിക്സുകളുണ്ട്. അതൊക്കെ തന്നെ തിരൂരിൽ വലിയ മത്സരം നടത്തുന്നുണ്ട്. ഒപ്പം വേങ്ങരയിലേക്ക് വരുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് വേങ്ങരയിൽ ഇത്രത്തോളം ഒരു ഇടതുപക്ഷ തരംഗം പ്രചരണത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യമില്ല. അത് വോട്ടായി മാറുമോ അട്ടിമറി ഉണ്ടാകുമോ എന്നൊന്നും പറയാനാകില്ലെങ്കിൽ പോലും ഇലക്ഷൻ പ്രചരണത്തിൽ വേങ്ങരയിൽ സഭ കൊണ്ടുപോഴക്കൽ ഇടതുപക്ഷത്തിന് വലിയൊരു ആവേശം തന്നെ അവിടെ വേങ്ങരയിൽ തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മങ്കടയിലെ വിമത സ്ഥാനാർത്ഥിയായ ലീഗിലെ കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കിയാണ് അവിടെ ഇടതുപക്ഷം മത്സരം നടത്തുന്നത്. പെരിന്തൽമണ്ണയും നല്ല മത്സരമാണ്. ഈ 6 മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലായിടത്തും UDFന്റെ വലിയ പ്രതീക്ഷകളാണ്. അവിടെ അട്ടിമറി ഉണ്ടാകില്ല എന്ന കണക്കുകൂട്ടൽ തന്നെയാണുള്ളത്. പക്ഷേ മറ്റിടങ്ങളിൽ ഏറ്റവും പ്രതീക്ഷ പൊന്നാനിയും തവനൂരും തന്നെയാണ് ഇടതുപക്ഷത്തിന്. മറ്റിടങ്ങളിൽ പോരാട്ടമാണ് ഈ നേരത്തെ സൂചിപ്പിച്ച 4 മണ്ഡലങ്ങളിലുള്ളത്. ശരി, കേരളത്തെ സംബന്ധിച്ച് മലപ്പുറത്ത് അങ്ങനെ ഒരു വലിയ അട്ടിമറി ഉണ്ടായില്ലെങ്കിലും 1-2 സീറ്റുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ദീർഘകാലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് CV അനുമോദ്. നമുക്ക് സാരംഗ് കൂടി ചേരുന്നു. സാരംഗിനെ സംബന്ധിച്ച് അനുമോദിനെ പോലെയല്ല, സാരംഗ് താരതമ്യേന അത്ര പുതിയൊരു തെരഞ്ഞെടുപ്പ് അനുഭവമായിരിക്കും സാരംഗിനുണ്ടായിരിക്കുന്നത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞേക്കും. ഈ തെരഞ്ഞെടുപ്പ് വിവിധ മണ്ഡലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടു. 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ഒപ്പം പോയി നാട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ തേടി. ഇതൊക്കെ കാണുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ്, സാരംഗിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് അല്ലേ ഇത്? കാരണം ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വന്നിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് പുതിയൊരു അനുഭവമാണ്. ഈ ഒരു ജനങ്ങളുമായി സംവദിക്കുന്നതായിക്കോട്ടെ, ഒപ്പം തന്നെ നേതാക്കളുമായി സംസാരിക്കുന്നതായിക്കോട്ടെ, ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളുമായി ഇടപെടുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പുതുമ അനുഭവപ്പെട്ട ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള തിരുവനന്തപുരത്തടക്കം 3 മുന്നണികളും വലിയ രീതിയിലുള്ള ത്രികോണ മത്സരങ്ങൾ എല്ലാ മണ്ഡലത്തിലും നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കട ജംഗ്ഷനിലാണ്. ഇവിടുത്തെ കൊട്ടിക്കലാശത്തിൽ തന്നെ വലിയ ഭംഗിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 3 റോഡുകളായി വന്നു ചേരുന്ന ഈ ഒരു ജംഗ്ഷനിൽ 3 മുന്നണികളുടെയും കനത്ത രീതിയിലുള്ള കൊട്ടിക്കലാശമായിരുന്നു. മറ്റു മണ്ഡലങ്ങളായിക്കോട്ടെ, ഇപ്പോൾ നേമമായിക്കോട്ടെ, അവിടെയും ത്രികോണ മത്സരം നടക്കുന്നു. BJP സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് കൂടുതലായും ഉള്ളത്. അതുകൊണ്ട് തന്നെ
വലിയ മത്സരങ്ങൾ നടക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഏത് മുന്നണികളായിക്കോട്ടെ, ഏത് മണ്ഡലങ്ങളായിക്കോട്ടെ, അവിടെ എല്ലാം വലിയ രീതിയിലുള്ള മത്സരങ്ങൾ നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. തിരുവനന്തപുരം ജില്ലയിൽ അതായത് വലിയ രീതിയിലുള്ള അട്ടിമറി സാധ്യതയും വലിയ രീതിയിലുള്ള വിജയ സാധ്യതയും അടക്കം നിലനിൽക്കുന്ന ഒരു മണ്ഡലങ്ങൾ നിലനിൽക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ, നാളത്തെ നിശബ്ദ പ്രചാരണം കൂടി അവസാനിക്കുമ്പോൾ അത് കഴിഞ്ഞുള്ള ദിവസം ഇനി ജനങ്ങൾ ബൂത്തുകളിലേക്ക് എത്തുകയാണ്. നമുക്ക് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സാരംഗിന്റെ എന്തായാലും ആദ്യ തെരഞ്ഞെടുപ്പ് അനുഭവം തന്നെ വളരെ കൗതുകം നിറഞ്ഞത് കൂടിയായിരുന്നു. നമുക്ക് കാസർഗോഡ് നിന്ന് ഇനി KV ബൈജു കൂടി ചേരുന്നു. ബൈജു ദീർഘകാലമായി കാസർഗോഡ് നിന്ന് ഒട്ടേറെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് ബൈജു. ഈ ബൈജുവിന് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലത്തിലും, കാസർഗോഡ് എല്ലാ മണ്ഡലത്തിലും ഒന്നിലേറെ തവണ നമുക്ക് വേണ്ടി പോയതാണ്. എല്ലാ സ്ഥാനാർത്ഥികളെയും, 3 മുന്നണികളുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വണ്ടുവണ്ണുകളടക്കം നേരിട്ട് അവരുമായി ദീർഘനേരം സംസാരിച്ചാണ് അവരുടെ പ്രചരണത്തിനൊപ്പം പോയ ഒരാൾ എന്ന നിലയ്ക്ക് കാസർഗോഡിന്റെ ഈ പണ്ട് മുതലെയുള്ള 3-2 ആ ചിത്രത്തിൽ ഏതെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പതിറ്റാണ്ടോളമായി കാസർഗോഡ് ജോലി ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതെന്ന് പറയേണ്ടി വെച്ചാൽ പലപ്പോഴും നമുക്ക് നേരത്തെയൊക്കെ ചില മണ്ഡലങ്ങളിലൊക്കെ ആര് ജയിക്കുമെന്നൊക്കെ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതല്ല സ്ഥിതി എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കാസർഗോഡും മഞ്ചേശ്വരവും, നേരത്തെ കാസർഗോഡൊന്നും പതിവില്ലാത്ത രീതിയിൽ LDF ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥികൾക്ക് ഒരു ത്രികോണ മത്സരം സൃഷ്ടിച്ച് ആര് വിജയിക്കും അല്ലെങ്കിൽ ആരാണ് അടുത്ത MLA എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി കാസർഗോഡ് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് BJP ആണ് 2ാം സ്ഥാനത്തുള്ളത്. BJP അക്കൗണ്ട് തുറക്കാൻ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു മണ്ഡലം മഞ്ചേശ്വരത്തിന് സമാനമായി കാസർഗോഡും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ കാസർഗോഡും മഞ്ചേശ്വരവുമായിരിക്കും ഒരു പക്ഷേ വോട്ടെണ്ണുമ്പോൾ വലിയ ശ്രദ്ധാ കേന്ദ്രമാവുക. ആരാണ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ, കഴിഞ്ഞ 20 വർഷമായി സുരേന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തരത്തിൽ ശ്രമിക്കുന്നു. എന്തായാലും സന്ദീപ് വാര്യരുടെ കൂടി വരവോട് തൃക്കരിപ്പൂറും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശ പോരാട്ടം തന്നെയാണ് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. കിരൺ, ശരി ബൈജു. ഇനി നമുക്ക് ഡാനി കൂടി ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നാണ് ചേരുന്നത്. ഡാനി, ഒരുപക്ഷെ കൊച്ചിയിൽ ഇത്രയേറെ 4 നൂറ്റാണ്ട് കാലത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഒട്ടേറെ കണ്ട എല്ലാ പാർട്ടിയിലെയും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ പേഴ്സണലായിട്ടടക്കം രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഡാനി. ഡാനിക്ക് ഈ തെരഞ്ഞെടുപ്പ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായി തോന്നുന്നത്? കിരണ്, ഇതിൽ പ്രചാരണ രംഗത്ത് പുലർത്തിയ ഒരു വ്യത്യസ്തതയും കാര്യങ്ങളും എല്ലാം തന്നെയാണ് അതിൽ ഒരു പ്രാഥമികമായിട്ട് തോന്നുന്നത്. കാരണം നേരത്തെ ഈ ഒരു സൈബർ സാധ്യതകൾ, അത്തരം സാധ്യതകളിലേക്ക് പോയിരുന്നില്ല എങ്കിൽ ഇപ്പോൾ കൂടുതൽ അതിന്റെ ഒരു ഇടം, അതിന്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഒരു പരമാവധി മൂല്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മുന്നണികൾ അതിന്റെ കൂടുതൽ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് മുന്നോട്ട് പോയത്. ഇക്കുറി ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 3 മുന്നണികൾക്കും പ്രതീക്ഷിക്കപ്പെടുന്ന ചില ഇടങ്ങൾ എന്ന് പറയുന്നു. പ്രത്യേകിച്ച് എറണാകുളം ജില്ല പൊതുവിൽ അറിയപ്പെടുന്നത് UDFന്റെ ഒരു കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് തന്നെ. കൂടുതൽ സാധ്യതകൾ അവർ അവിടെ കണ്ടുകൊണ്ട് കൂടുതൽ നേതാക്കളെ ഇവിടെ എത്തിച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകൾ 14 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൂടുതൽ നേതാക്കളെയൊക്കെ ഇവിടേക്ക് എത്തിച്ചത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം മണ്ഡലമാകെ നിറഞ്ഞു നിൽക്കുന്ന 14 ഇടങ്ങളിലും കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ ഒരു വലിയ സാന്നിധ്യം ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഭാഗത്ത് പ്രവർത്തനം നടത്തുകയും മറുഭാഗത്ത് സൈബർ ഇടങ്ങളിൽ വളരെ സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് പലപ്പോഴും കോൺഗ്രസ് UDF അനുവർത്തിച്ചത്. ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല LDFന്റെ ഒരു ക്യാമ്പയിനിലേക്ക് പോകുമ്പോഴെല്ലാം തന്നെയും കൂടുതൽ നേതാക്കൾ എത്തുന്നു. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ തവണ ചുരുങ്ങിപ്പോയ മണ്ഡലങ്ങളിൽ കൂടുതൽ സജീവമാകാനുള്ള സാധ്യതകൾ കൂടുതലായും തന്നെ വീണ്ടെടുത്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ UDF പ്രതീക്ഷ അർപ്പിക്കുന്നത് എറണാകുളത്താണ്. ഇടതുമുന്നണി അതിന്റെ ഒരു ആഘാതം കുറക്കുക എന്ന ലക്ഷ്യമാണ്. നമ്മുടെ സമയക്കുറവുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ ഇടപെടുന്നത്. നമുക്ക് ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, കൊച്ചിയിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ബ്യൂറോയിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് അനുഭവം, അത് ഇത്തവണത്തെ ആ ഒരു റിപ്പോർട്ടിംഗ്, നിയമസഭാ റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ എന്താണ് തോന്നുന്നത്? രാഷ്ട്രീയ വിഷയങ്ങളാണോ അതോ മറ്റ് വിഷയങ്ങളൊക്കെയാണോ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത്?
മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ടേമിലും 9 സീറ്റ് വീതം ആണ് UDF, 14 സീറ്റിൽ 9 സീറ്റ് വീതമാണ് UDF ഈ മണ്ഡലത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. അതേസമയം ഈ തവണ തരംഗത്തിനൊപ്പമാണ് UDF തരംഗത്തിനൊപ്പമാണ് എറണാകുളമെങ്കിൽ അതിൽ കൂടുതൽ നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF. പക്ഷേ LDFന് തുടർഭരണം വേണം. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ അട്ടിമറിക്കാൻ വേണ്ടി ആരിഫിനെ കൊണ്ട് ആലുവയിൽ നിർത്തുന്നുണ്ട്. അതുപോലെ ഉള്ള കടുത്ത മത്സരങ്ങൾ എറണാകുളം ജില്ലയിൽ കാണാം. പ്രത്യേകിച്ചും ഈ ഗ്ലാമർ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഫറവൂൺ മണ്ഡലവും അതുപോലെ തന്നെ കളമശ്ശേരി മണ്ഡലവുമാണ് പ്രധാനമായിട്ടും ഗ്ലാമർ മണ്ഡലങ്ങളായിട്ട് പരിഗണിക്കപ്പെട്ടു വരുന്നത്. പക്ഷേ ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയാൻ ഇപ്പോൾ തൃപ്പൂണിത്തുറ മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. നേരത്തെ കുന്നത്തുനാട് അത്തരത്തിലൊരു ഗ്ലാമർ മണ്ഡലമായിട്ട് അല്ലെങ്കിൽ ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് കുന്നത്തുനാടിനെ പരിഗണിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ അത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ അതിൻ്റെ ഗ്ലാമർ അല്പം ഒന്ന് കെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ ഇപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറയിലാണ് കൊട്ടിക്കലാശത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയുടെ ഒരു വേവ് എന്ന് പറയുന്നത് തന്നെ ഈ ത്രികോണ മത്സരത്തിലാണ്. ഏത് തരത്തിലാണ് തൃപ്പൂണിത്തുറ സംസാരിക്കുക, ഏത് തരത്തിലാണ് വോട്ട് ബൂത്തിലെത്തുമ്പോൾ തൃപ്പൂണിത്തുറ സംസാരിക്കുക എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം രഹസ്യ സ്വഭാവം തന്നെ, അതായത് മനസ്സ് തുറക്കുന്നേയില്ല തൃപ്പൂണിത്തുറയിലെ. എന്തായാലും നമുക്ക് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. എപ്പോഴും കൊട്ടിക്കലാശം നടക്കുമ്പോൾ വലിയ സംഘർഷങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായില്ലെങ്കിലും കൊട്ടാരക്കരയിലെ കൊട്ടിക്കലാശം നേരിയ സംഘർഷത്തിലേക്ക് UDF പ്രവർത്തകർ പടക്കം പൊട്ടിച്ചത് BJP പ്രവർത്തകർ ചോദ്യം ചെയ്താണ് സംഘർഷത്തിന് കാരണമായത്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടർമാരെ അടക്കം കണക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സമയ പരിമിതി മൂലം അതിന് സാധിച്ചിട്ടില്ല. വരും ദിവസങ്ങളിലും അത്തരം അവരുടെ അനുഭവങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്തവരുടെ അനുഭവങ്ങൾ കൂടി കേൾക്കേണ്ടതാണ്. അവർ നേരിട്ട് നേതാക്കന്മാരെ കണ്ടതാണ്, നേരിട്ട് ജനങ്ങളെ കണ്ടതാണ്. നേതാക്കളുടെ അവകാശവാദങ്ങളും ജനങ്ങളുടെ യഥാർത്ഥ പ്രതികരണവും തിരിച്ചറിഞ്ഞവരാണ്. നാളെ എന്തായാലും ഓരോരുത്തരെയും വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം എങ്ങനെയൊക്കെ ആയിരുന്നു കേരളം ചിന്തിച്ചതെന്ന്. മറ്റന്നാൾ വീണ്ടും കേരളം വോട്ടെടുപ്പ് ബൂത്തിലേക്ക് പോവുകയാണ്. അന്ന് കേരളത്തിൻ്റെ വിധി കേരളം എഴുതുകയാണ്. പിന്നീട് കുറേ കാലം മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായിരുന്നു കേരളത്തിൻ്റെ വിധി എന്നറിയാൻ. തമിഴ്നാട്ടിലെയും ബംഗാളിലെയും ആസാമിലെയും ഒക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അതിൻ്റെ വിധി അറിയാൻ. എല്ലായിടത്തെയും വോട്ടെണ്ണൽ ഒരേ ദിവസമാണ് നടക്കുന്നത്. ദ ഇലക്ഷൻ ചാനൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.